പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രിയപ്പെട്ട ACV പ്രേക്ഷകർക്കും സ്വാഗതം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. പുതുവർഷത്തിൻ്റെ ഒരു എന്താ പറയുക ആഘോഷവും ആ ഒരു ഉന്മേഷവും ഊർജവും ഒന്നും ആർക്കും പോയിട്ടില്ല. ജനുവരി ഫുൾ മാസം അത് നിൽക്കും. പക്ഷേ ഫെബ്രുവരി മുതൽ എല്ലാം കാറ്റഴിച്ച് വിട്ട് ബലൂൺ പോലെ പോകും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടതുപോലെ ആദ്യത്തെ 10 ദിവസം ജിമ്മിലൊന്നും ആരും പോകരുത്. കാരണം ഭയങ്കര തിരക്കായിരിക്കും. കാരണം ന്യൂ ഇയർ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഒരു തിരക്കിലായിരിക്കും എല്ലാവരും. പിന്നെ 10-ാം തീയതിക്ക് ശേഷം പോയിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും തിരക്കൊക്കെ മാറുമെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും എല്ലാവരും ആ ഒരു ഊർജ്ജത്തിൽ തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു 2025 ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇന്ന് നമുക്ക് പലപ്പോഴും ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർണ്ണം ഇടണം എന്നുണ്ട്, എന്നാൽ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന സ്വർണ്ണം കിട്ടാൻ കുറച്ച് പാടാണ്. എപ്പോഴും നമുക്ക് സ്വർണ്ണം കുറച്ചിങ്ങനെ ഭയങ്കര യെല്ലോവിഷ് ആയിട്ട് മഞ്ഞ ഉള്ള രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ആൻറ്റീക്കായിട്ടും കുറച്ച് നല്ല കല്ലുകളൊക്കെ ഉള്ളത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് ഇന്ന് അങ്ങനെയുള്ളൊരു നല്ല ജ്വല്ലറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ അവിടെ പിന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറിയും ഉണ്ട്, അതല്ലാതെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജ്വല്ലറി കളക്ഷനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടെ പോകാറുള്ളൂ. അപ്പം അവിടെ നിന്നുള്ള ഒരു കളക്ഷനാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ എൻ്റെ ഈ ഷോളിൽ എല്ലാ കളേഴ്സും ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, ചുമപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള റൂബി, എമറോൾഡ് ആൻഡ് പേൾ, ഈ 3 കല്ലുകളും ചേർന്നിട്ടുള്ള ഒരു മാല കേട്ടോ. ശരിക്കും ഈ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കാണുമ്പോൾ ഒരു അരോചകത്വം തോന്നത്തില്ലോ, സ്വർണ്ണം ഇട്ടിരിക്കുന്നതിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നത്തുമില്ല. എന്നാൽ നല്ല ഇതുമായിട്ട് നല്ല മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ ഒരു കല്ലിൻ്റെ ഒരു ഡിസൈൻ കല്ല്. അതുപോലെ കമ്മലാണെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് സാധാരണ ഗോൾഡ് കമ്മൽ കുറച്ച് സ്റ്റിഫായിട്ടൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഇത് നല്ല വളരെ ലൂസും നമുക്ക് ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നത്തില്ല. വളരെ ഒരു സ്വർണ്ണം എടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നത്തില്ല. അതിന് മാച്ചിങ് ആയിട്ടുള്ള വളയിലും ഉള്ളത് റൂബിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഭംഗിയാണ് ഈ ഒരു കളക്ഷൻ്റെ കൂടെ. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഈ കളക്ഷൻ നന്നായിട്ട് ചേരും. പോത്തീസിൽ പോകാനൊരു കാരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹമുണ്ട്. അപ്പോൾ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് താലി ചെയിൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് മുതൽ പോത്തീസ് സ്വർണ്ണമഹലിൽ താലി ചെയിൻ മേള നടക്കുകയാണ്. താലി ചെയിൻ മേള എന്ന് പറയുമ്പോഴത്തേക്കും പല തരത്തിലുള്ള താലി ചെയിൻസാണ് ഇന്ന് മുതൽ വരുന്നത്. മാത്രമല്ല 2.5% മുതൽ മേക്കിംഗ് ചാർജ്, അത് പണിക്കൂലി തുടങ്ങുകയാണ്. സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാത്തിനും 2.5 എന്നല്ല, പക്ഷേ ഒരുപാട് വെറൈറ്റി ഉണ്ട് ചൂസ് ചെയ്യാൻ. ആൻഡ് സ്റ്റാർട്ടിങ് 2.5 മുതലുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഇത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ടാണ് പോത്തീസ് സ്വർണ്ണമഹലിൽ ഒന്ന് പോയതും ഈ ഒരു ഓഫറിനെ കുറിച്ച് അറിയാൻ സാധിച്ചതും. അപ്പോൾ നിങ്ങളോടും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹം അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്, താലി ചെയിൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ പോത്തീസ് സ്വർണ്ണമഹലിൽ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് പോകാൻ. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കോൾസ് വഴി മാത്രമല്ല വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് പറയാം. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 8086011443 എന്ന നമ്പറാണ് വാട്സാപ്പിൽ ഉള്ളത്. ഓക്കെ, ഈ നമ്പറിലേക്ക് ആരും വിളിക്കരുത്. മെസ്സേജ് വാട്സാപ്പ് മാത്രം അയയ്ക്കുക. അത് അയക്കേണ്ട സമയം 12:45 വരെ മാത്രമാണ്. 12:45 കഴിഞ്ഞാൽ ചടപടേന്ന് മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് ദയവായി സമയം നോക്കി മാത്രം മെസ്സേജ് അയക്കുക. വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയം കളയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഓൺ ദാറ്റ് നോട്ട് ഇന്ന് എല്ലാവർക്കും നല്ല സ്വർണ്ണ നാണയങ്ങൾ, ഇതുപോലത്തെ സ്വർണ്ണം ആയിരിക്കത്തില്ല കേട്ടോ, നെക്ലസും മാലയൊന്നും അല്ല, പക്ഷെ എന്നാലും സ്വർണ്ണ നാണയങ്ങൾ തരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കോളർ. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് പവിത്ര. പവിത്ര എവിടെ നിന്നാണ് വിളിക്കുന്നത്? ട്രിവാൻഡ്രത്ത് എവിടെയാ പവിത്ര? കഴക്കൂട്ടം. എന്താ ചെയ്യുന്നേ?
ഞാൻ ബിടെക് ആയിരുന്നു. ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുക? അതെ അതെ. ഓക്കെ. ഇനി എത്ര നാളും കൂടി ഉണ്ട് ബിടെക്കിന്റെ ഒരു പ്രയത്നം? ഏകദേശം ഒരു 1.5 years. 1.5 years. ഏത് കോളേജിലാണ് പവിത്ര പഠിക്കുന്നത്? മറിയൻ. എനിക്ക് തോന്നി കഴക്കൂട്ടം എന്ന് പറഞ്ഞപ്പോ മറീൻ എഞ്ചിനീയറിംഗ് കോളേജ്. എങ്ങനെയുണ്ട് കോളേജ് ലൈഫ് ഒക്കെ? അടിച്ചു പൊളിക്കാണോ? കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ് കൂടി സിനിമയൊക്കെ കാണാനൊക്കെ പോകാറുണ്ടോ? വല്ലപ്പോഴും. ഓക്കെ, ശരി. പവിത്ര ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 34 ആണ് പവിത്ര പറഞ്ഞിരിക്കുന്നത്. 34ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. പവിത്ര 34 ഞാൻ തുറക്കാൻ പോവാണ്. പവിത്ര ശ്രദ്ധിച്ചോളൂ. അയ്യോ പവിത്ര, സ്വർണം ഇല്ല. പവിത്ര മുൻപ് വിളിച്ചിട്ടുണ്ടോ അതോ ഫസ്റ്റ് ടൈം ആണോ? ഇല്ല, ഞാൻ പണ്ടൊരിക്കൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ പവിത്ര നന്നായിട്ടൊക്കെ പഠിക്കുക, പഠിക്കുന്നതിനൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റിയെങ്കിൽ കോളേജ് ലൈഫ് ഞാൻ ഇത്തിരി സപ്ലി അടിച്ചെങ്കിൽ ഞാൻ നീട്ടിക്കൊണ്ട് പോയേനെ. അത്രയ്ക്ക് ഇപ്പം മിസ് ചെയ്യുന്ന ഒരു സമയമാണ് കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോൾ കോളേജിൽ പഠിക്കുന്നവർക്ക് പറയുമ്പോൾ മനസ്സിലാകത്തില്ല, കഴിയുമ്പോഴാണ് അതിന്റെ സുഖം മനസ്സിലാവുന്നത്. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ, ശരിക്കും എൻജോയ് ചെയ്യൂ കേട്ടോ. ഓക്കെ പവിത്ര, താങ്ക് യു സോ മച്ച്. ബൈ. സത്യമായിട്ടോ ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയില്ല, അതാണ് നമ്മുടെ ഏറ്റവും നല്ല കാലം. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു മധുരം അറിയുന്നത്. എന്ത് കഷ്ടമല്ലേ, ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കടിച്ചു പൊളിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പത്മജ ചേച്ചി. എവിടെന്നാ വിളിക്കുന്നേ? ചങ്ങനാശ്ശേരി. എപ്പോഴും വിളിക്കാറുള്ള ചേച്ചി, എനിക്ക് മനസ്സിലായി. ചങ്ങനാശ്ശേരിയിൽ എന്തുകൊണ്ട് മഴയുണ്ടോ, ചൂടുണ്ടോ, എന്താണ് അവിടെ? ചങ്ങനാശ്ശേരി ഇപ്പൊ നല്ല ചൂടാണ്. ഇന്നലെ രാത്രി മഴയാണ്, ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ ഇവിടെയും തിരുവനന്തപുരത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ പുതുവർഷമൊക്കെ എങ്ങനെയുണ്ട്? പുതുവർഷത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? പുതുവർഷം അടിച്ചു പൊളിച്ചു അല്ലേ? അതന്നെ ചേച്ചി. മരുമക്കളും കൊച്ചുമക്കളും ഞങ്ങൾ എല്ലാവരും കൂടെ ടൂർ പോയി, പിക്ചർ കണ്ടു, അങ്ങനെ അടിച്ചു പൊളിച്ചു. അത് തന്നെ. അപ്പൊ ഈ വർഷം എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഞാൻ കുറച്ചും കൂടെ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കും, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകും, അങ്ങനെ വല്ലതും ഉണ്ടോ? നടക്കാൻ പോകുന്ന കാര്യത്തിൽ മടിയാണല്ലേ? അതന്നെ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ദീപ, ഇന്ന് ഞങ്ങൾക്ക് ടി വി ഇല്ല, കാഴ്ച കേബിൾ ഇതാണ്. അപ്പൊ നമ്പർ പോയത് അറിയാൻ വയ്യ, എന്നാലും ഒരു ഊഹം വെച്ച് പറയാം. 47. എന്ത് പറ്റി, അവിടെ കറണ്ട് പോയതാണോ? കറണ്ട് പോയതല്ല, എന്തോ കേബിൾ പ്രോബ്ലം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ശരി, ഓക്കെ. അപ്പൊ 47 നമുക്കൊന്ന് തുറക്കാം. ഓക്കെ, ഞാൻ നോക്കി പറയാം. അയ്യോ 47ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ലല്ലോ ചേച്ചി. സാരില്ല, വീണ്ടും വിളിക്കാം കേട്ടോ. ഇനിയും വിളിക്കൂ, ഇനിയും സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ മാസം 2 വിശ്വസ് പറയണം. എന്റെ മോളുടെ 14ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്, അനിയത്തിയുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അടിപൊളി. രണ്ടും ഈ മാസം തന്നെയാണ് അല്ലേ? ജനുവരി 23-ാം തീയതി അനിയത്തിയുടെ 25ാമത്തെയും ജനുവരി 30-ാം തീയതി മോളുടെ 14ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അടിപൊളി. അപ്പൊ 2 പേർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. 14 വർഷവും 25 വർഷവും എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതൊക്കെ അവർക്ക് 2 പേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും അങ്ങോട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ. ശരിക്കും കേട്ടോ, നമ്മളിങ്ങനെ വെറുതെ വെറും വാക്ക് പറയുന്നതല്ല. ഇപ്പോഴത്തെ വിവാഹങ്ങൾ എന്നൊക്കെ പറയുന്നത് വിവാഹം കഴിക്കുന്നതേ ഷുവർ അല്ല. എത്ര നാൾ പോകുന്നു ഷുവർ അല്ലാതെയാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കണമെന്ന് തന്നെ പലതവണ ആലോചിച്ചിട്ടാണ് കെട്ടുന്നത്. കെട്ടിക്കഴിഞ്ഞ് ശരിയാവുന്നില്ലെങ്കിൽ ഒരു മാക്സിമം, കുട്ടികളൊക്കെ ആവണമെങ്കിൽ മാക്സിമം നോക്കിയിട്ടേ ആവുള്ളൂ. ഇതെങ്ങനെ പോകണമെന്ന് അറിഞ്ഞിട്ടാവാം എന്നൊക്കെ. നമ്മളൊന്നും തന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ ലൈഫിൽ വേറെ ഒന്നും തിരിഞ്ഞോട്ടോ ഇല്ലെന്ന രീതിയിലാണ് നമ്മളൊക്കെ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ 14 വർഷം 25 വർഷമൊക്കെ വിവാഹ ജീവിതം മുൻപോട്ട് സന്തോഷമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അതിജീവിക്കുന്നില്ലേ, അതാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കേട്ടില്ല. വാസുദേവൻ. ഓക്കെ സാർ, എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, ജോലി ചെയ്യുകയാണോ, എന്താ ചെയ്യുന്നേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ എങ്ങനെയാ, ഇതിനു മുൻപ് ഇതുപോലുള്ള പരിപാടികളിലൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഫോണിൻ പരിപാടിയിലൊക്കെ വിളിക്കാറുണ്ടോ? വിളിക്കണ്ടായില്ല. ഓക്കെ, ശരി. അപ്പം എവിടുന്നാ വിളിക്കണേന്ന് ഒന്നുകൂടെ പറയൂ. എറണാകുളത്ത് നിന്നാണ് വിളിക്കണേ. ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സാർ.
54. ഓക്കേ. വീട്ടിൽ ആരൊക്കെ ഇപ്പൊ ഉള്ളത്? ഈ 54-നുള്ളിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ ആരുമായിട്ടായിരിക്കും ആ സന്തോഷം പങ്കുവെക്കുക? ഇല്ല ഞാനും ചേട്ടൻ മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ 54 ഞാൻ തുറക്കാൻ പോവാണ്. 54-നുള്ളിൽ സ്വർണ്ണം ഇല്ല. അപ്പൊ പങ്കുവെക്കാൻ ഈ സന്തോഷമില്ല. സാരില്ല. എന്തായാലും പുതുവർഷ ആശംസകൾ നേരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, നമ്മളെ വിളിച്ച എറണാകുളത്ത് നിന്ന് വാസുദേവൻ സാറാണ്. എന്തായാലും 54 പറഞ്ഞത്. ഇന്ന് വിളിച്ച 3 കോളേഴ്സിനും ഇതുവരെ സ്വർണം കിട്ടിയിട്ടില്ല. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ലൈല. ലൈല എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. ആഹാ, ഓക്കെ. പാലക്കാടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല ചൂടാണോ? ചൂട്. മകരമാസത്തിലെ തണുപ്പ്. മകരമാസത്തിലെ തണുപ്പൊക്കെ ഉണ്ടോ ഇവിടെ പാലക്കാട്? ഓ, നല്ല മഞ്ഞാണ് രാവിലെ. അടിപൊളി. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ മഞ്ഞിങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കണം, അത് മഞ്ഞാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നുമില്ല തിരുവനന്തപുരത്ത്. എന്തായാലും നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ലൈല ചേച്ചി. 16. ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാന് 2 മരുമക്കള്. മരുമക്കളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ വീട്ടിലില്ല, 2 പേരും വിരുന്നായിട്ട് ഞാൻ തന്നെയാണ്. ശരി. അപ്പൊ 16 ഞാൻ തുറക്കാൻ പോവാണ്. ലൈല ചേച്ചി കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ 16-ന്റെ ഉള്ളിൽ കൺഗ്രാറ്റുലേഷൻ. അയ്യോ, എനിക്ക് വയ്യ. എന്തൊരു ഭാഗ്യമാണ്. എന്റെ പേരക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ്, അവന്റെ നമ്പറാണിത്. ആണോ? പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ഇന്നാണോ? അല്ല, 16-ാം തീയതി. 16-ാം തീയതി. അതാണ് നമ്പർ എന്ന് പറഞ്ഞത് അല്ലേ? 16-ാം തീയതി ആണ്. എന്താ കൊച്ചുമോന്റെ പേര് പറഞ്ഞോളൂ. എന്താ? മുഹമ്മദ് റൌഫ്. ഓക്കെ, മുഹമ്മദ് റൌഫ് അല്ലെ? എന്തായാലും പേരക്കുട്ടിക്ക് നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ. 16 എന്നുള്ള നമ്പർ പറഞ്ഞു. ഇന്ന് അതിൽ തന്നെ സ്വർണവും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വർഷമായിരിക്കും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ സന്തോഷം എല്ലാവരും അറിയിക്കുക. എല്ലാരും ആഘോഷിക്കുമ്പോ ഞങ്ങളെ ഓർക്കുക. ഓക്കെ ഓക്കെ ചേച്ചി, വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു. ബൈ. ഇതൊക്കെ ഭയങ്കര കോയിൻസിഡൻസ് കേട്ടോ. കൊച്ചുമകന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടാവാന്നൊക്കെ പറയുന്നത് ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. എന്തായാലും ആ പേരക്കുട്ടിക്ക് ഒരുപാട് ഐശ്വര്യം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൊച്ചുമകനായിരിക്കും അത്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കിയാലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് ഷജീന. എവിടുന്നാ വിളിക്കണേ? പത്തനംതിട്ട. ഓക്കെ, ഷജീന, ആരൊക്കെ ഉള്ളു വീട്ടില്? വീട്ടില് ഹസ്ബൻഡ്, മോള്, മോന് ഉണ്ട്. എല്ലാവരും ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എല്ലാരും കൂടെ എന്താണ് വീട്ടില് പരിപാടി? മോനും മോളും? പരിപാടിയൊന്നുമില്ല, എല്ലാരും കളിക്കുകയെല്ലാം ചെയ്യുന്നു. എന്താണ് കളിക്കുന്നത് വീട്ടില്? അച്ഛനും മക്കളും കൂടെ എന്തെങ്കിലും? അവര് കണ്ണുപൊത്തികളിയുണ്ട്. അടിപൊളി, നല്ല സന്തോഷം നിറഞ്ഞൊരു വീട് അല്ലേ? ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി. നമ്പര് പറയാം, 49. ശരി, 49-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാട്ടോ. 49-ന്റെ ഉള്ളിൽ. അയ്യോ, 49-നുള്ളിൽ സ്വർണ്ണം ഇല്ല ചേച്ചി. സാരില്ല, ഇനി വിളിക്കോ? ശരി, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ഷജീന ചേച്ചിയാണ്. ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ഇന്നൊരു സ്വർണം പോയിട്ടുണ്ട്. നമ്മുടെ ലൈല ചേച്ചിക്കാണ് സ്വർണം പോയത്. ചേച്ചി അവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? താങ്ക് യു. ദേവി. എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ ആലുവേന്ന്. എന്താ ചെയ്യുന്നേ? യെസ് അറിയാം. എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, മക്കളൊക്കെ? കുട്ടികളെ കല്യാണം കഴിഞ്ഞു. എല്ലാവരും ഓക്കെ. അപ്പൊ വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമാണ് അല്ലേ? ജീവിതമാണ്. ആ സ്വസ്ഥത ശബ്ദത്തിലും അവിടുത്തെ ആ എൻവയറമെന്റിലും ഒക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയും ട്രൈ ചെയ്തോണ്ട് ഇതിലേക്ക്. അപ്പൊ കിട്ടിയിട്ടില്ല ഇതുവരെ? ഇത് ആദ്യമായിട്ടാണോ?
ആദ്യമായിട്ട്. ഹായ്, നല്ല കാര്യം. ശരി ചേച്ചി, അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് നമ്പർ പറഞ്ഞാലോ? പറയാം. 28. 28. ഓക്കെ. പിന്നെ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെ ചെയ്തു? ന്യൂ ഇയർ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. അസോസിയേഷന്റെ പരിപാടികളും ഡാൻസും എല്ലാ പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. ആഹാ, ഓക്കെ. അപ്പം ശരി, അപ്പൊ നമുക്ക് ഇതിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. 28 ഞാൻ തുറക്കാൻ പോവാട്ടോ. നോക്കിക്കോളൂ, 28ന്റെ ഉള്ളിൽ. അയ്യോ, സ്വർണ്ണം ഇല്ല. വേണ്ടാന്ന്, എനിക്ക് വേണ്ട നിങ്ങളുടെ സ്വർണം. ഓക്കെ, അപ്പം ചേച്ചി എല്ലാരും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നെക്സ്റ്റ് ടൈം വിളിക്കാം. താങ്ക് യു സോ മച്ച്. സ്വർണ്ണം ഇല്ലാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു, ഞാൻ പിന്നെ വെറുതെ വിളിച്ചതാ. ശരി, അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കുക ചേച്ചി. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് സുമിത. സുമിത. ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത് സുമി? എവിടുന്ന? പത്തനംതിട്ട അല്ലേ? ശരി, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. ടിവിയുടെ വോളിയം ഇത്തിരി കൂടിയാണ് ഇരിക്കുന്നത്, പക്ഷെ നമുക്കൊരു ശല്യം ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 68. 68. 68ആണോ 58ആണോ? 68. ഓക്കെ, അപ്പൊ 68ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ സുമിത. നോക്കിക്കോളൂ, തുറക്കാൻ പോവാണ്. അയ്യോ, 68ന്റെ ഉള്ളിൽ സ്വർണം ഇല്ല. സാരില്ല. അപ്പൊ സുമിത വീണ്ടും വിളിക്കുക. ഇതിലൊന്നും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല, തളരാൻ പാടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ വിളിച്ച കോളേഴ്സിൽ ഒരാൾക്കാണ് സ്വർണം കിട്ടിയിരിക്കുന്നത്. ഇനി സ്വർണം കിട്ടുന്ന ആർക്കാണെന്ന് നമുക്ക് നോക്കാം, പക്ഷെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട ACV പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. നമ്മുടെ സ്വർണ്ണവർഷത്തിന് ഇന്നത്തെ എപ്പിസോഡിൽ തുടങ്ങി ഒരാൾക്ക് നമ്മൾ സ്വർണം കൊടുത്തു. ഒരു ചെറിയ ബ്രേക്കിന് പോയിട്ട് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് സമയത്ത് ഞാനിങ്ങനെ ക്യാമറയിൽ ക്ലോസപ്പ് ഒക്കെ വെച്ച് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഈ മാലയുടെ ഒരു ഭംഗി നോക്കുമായിരുന്നു. ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു റൂബിയുടെയും എംബ്രോയിഡിൻ്റെയും ഒക്കെ ആ ഒരു പേളിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ് വരുമ്പോൾ, പിന്നെ ആ ഗോൾഡ് ആണെങ്കിലും ഒരുപാട് യെല്ലോ ആയിട്ട് ഇങ്ങനെ ഓൺ ദ ഫേസ് നിൽക്കുന്ന ഗോൾഡ് അല്ല, ഒരു ആൻറ്റീക്ക് ആയിട്ടുള്ളൊരു ഗോൾഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ആൻറ്റീക്ക് ഗോൾഡ് വരുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നന്നായി ചേരും. അല്ലെങ്കിൽ നമുക്ക് ഈ കല്യാണങ്ങൾക്കൊക്കെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടണമെങ്കിൽ ഇതുപോലെയുള്ളൊരു ആ ഒരു ആൻറ്റീക്ക് ആയിട്ടുള്ളൊരു ഗോൾഡാണ് ഭംഗി. അതുപോലെ ഈ കമ്മലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മലായത്. വെരി ബ്യൂട്ടിഫുൾ. അപ്പം ഞാനിങ്ങനെ ബ്രേക്കിന് പറയുമായിരുന്നു, ഒന്ന് ക്ലോസ് വെച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട, പോത്തീസിൽ താലി ചെയിൻ്റെ ഒക്കെ ഇത് നടക്കുന്നുണ്ട്, താലി ചെയിൻ മേള നടക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റിയിലുള്ള താലി ചെയിൻസ് ഉണ്ട്. പണിക്കൂലി എന്ന് പറയുന്നത് 2.5% വരെ, അത്രയും കുറഞ്ഞ രീതിയിലും കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആട്ടോ പറയണേ. ഇപ്പോൾ സ്റ്റാർട്ടിങ് 2.5% മുതൽ ആസ് ലോ ആസ് ദാറ്റ് മേക്കിംഗ് ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് താലി ചെയിൻ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ പോത്തി സ്വർണ്ണമഹലിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി പരീക്ഷിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ജയൻ. എവിടുന്നാ വിളിക്കുന്നേ? ജയൻ. കിളമാനൂര്. ശരി, ഇതിനു മുൻപ് വിളിച്ചിട്ടുള്ള ജയൻ തന്നെയല്ലേ?
ഓ അതെ അതെ. ഓക്കെ, എന്തൊക്കെയുണ്ട് ജയൻ വിശേഷങ്ങൾ? വീട്ടില് ഐ മീൻ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങളോട് പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ജയൻ. 45 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ജയന് വേണ്ടി 45 നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, സ്വർണമില്ല. എന്താണ് ജയൻ, ഇതിനു മുൻപ് കിട്ടിയിട്ടുണ്ടോ? സ്വർണം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പുതുവർഷമായിട്ട് എന്താണ് പരിപാടികൾ? പുതിയ വർഷത്തിലെ തീരുമാനങ്ങളൊക്കെ എന്താണ്? എന്നാലും എന്തെങ്കിലും ഒരു ആഗ്രഹം കാണില്ലേ? ഈ വർഷം തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവില്ലേ? ഓ, പെർഫെക്റ്റ് ആണ്. നമുക്കൊന്നും മാറ്റേണ്ടതായിട്ടില്ല അല്ലേ? നമ്മുടെ സ്വഭാവത്തിൽ ഒന്നും തന്നെ മാറ്റേണ്ടതായിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ജയന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ടോ കൂടെ? ഓ, ഭാര്യയോട് ചോദിക്കണം ജയൻ എന്തൊക്കെയാണ് മാറ്റുക. അപ്പൊ ലിസ്റ്റ് തന്നെയായിരിക്കും. നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത അത്രയും ലിസ്റ്റ് ഭാര്യ ഇങ്ങോട്ട് തരും. ഓക്കെ, ശരി. എന്തായാലും പുതിയ വർഷം നല്ലത് തന്നെ വരട്ടെ. ഓക്കെ, ഞാൻ ഇതൊക്കെ തമാശ പറയണതാ കേട്ടോ. ഓക്കെ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. അതാണ് നമ്മളാക്കുന്നത്. ഓക്കെ, എന്താ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളെ ദൈവം ജയൻ എന്ന് പറയേണ്ടി വരും. ജയന്റെ പടമൊക്കെ വെച്ച് പൂജിക്കേണ്ടി വരുമേ. അപ്പൊ അതൊന്നും വേണ്ട, നമ്മള് സാധാ മനുഷ്യൻ. ഓക്കെ, താങ്ക് യു ജയൻ. വൈഫിനോടൊക്കെ അന്വേഷണം പറയാ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു, ബൈ. ശരിക്കും തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് കേട്ടോ. ന്യൂ ഇയറിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പണ്ട് വലിയ സംഭവമായിരുന്നു. ഇപ്പൊ ആരോട് ചോദിച്ചാലും ഈ പറയുന്നത് പോലെ പറഞ്ഞേ, ഓ അങ്ങനെയൊന്നും നമ്മൾ റെസൊല്യൂഷൻ എടുത്തിട്ടില്ല. കാരണം റെസൊല്യൂഷൻ വെച്ചാലും അത് മുടങ്ങും. അതുകൊണ്ട് ആരും ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അയ്യോ, കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? നുർഷിദ്. ശരി, നുർഷിദ് എവിടുന്നാ വിളിക്കണേ? പട്ടാമ്പി. പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നുർഷിദിന് ഹാപ്പി ന്യൂ ഇയർ. നുർഷിദ് ആയോ? താങ്ക് യു എന്ന് പറയൂ. എന്നിട്ട് തിരിച്ച് ഹാപ്പി ന്യൂ ഇയർ പറയൂ. അതന്നെ, എല്ലാം ഞാനിങ്ങനെ എഴുതി തരാം കേട്ടോ. ശരി, അപ്പൊ നുർഷിദ് എന്താണ് ന്യൂ ഇയറിന്? നുർഷിദ് എന്താ തീരുമാനം എടുത്തിരിക്കുന്നത്? കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കും. നുർഷിദ് എന്താ തീരുമാനം എടുത്തിരിക്കുന്നത്? ഞാൻ ഇനി മുതൽ എൻ്റെ മാത്സിൽ ഞാൻ കൂടുതൽ, കണക്ക് സബ്ജക്റ്റിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വർത്താനം പറയില്ല, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ എടുത്ത ഒരു തീരുമാനം പറയോ? എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം പറയോ? ഐസ്ക്രീം അധികം കഴിക്കില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ശരി, ഓക്കെ. അപ്പൊ നുർഷിദ് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 70. അയ്യോ, 70. 70 ഉണ്ടല്ലോ. ഞാൻ വെച്ച് 69 വരെ ഉള്ളൂ. അപ്പൊ 70 ഞാൻ തുറന്നു നോക്കാൻ പോവാണ് കേട്ടോ. നുർഷിദ് ടി വി ഒക്കെ കാണുന്നുണ്ടല്ലോ? ആന്റിയെ കാണുന്നുണ്ടല്ലോ? ശരി, അപ്പൊ ആന്റി തുറക്കാൻ പോവാ. ശ്രദ്ധിച്ചോളൂ. 70-ന്റെ ഉള്ളിൽ അയ്യോ സ്വർണ്ണം ഇല്ല. നുർഷിദ് ഒരു പാട്ട് പാടിത്തരുമോ ഈ വിഷമം തീർക്കാൻ? പാട്ടറിയില്ല. പിന്നെ എന്താ അറിയാവുന്നതെന്ന് പറയോ? പ്രസംഗിക്കാൻ അറിയോ? ഒരു വിഷയം തന്നാ പ്രസംഗിക്കോ? അതും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ? ശരി, നുർഷിദിന് അനിയനോ ചേട്ടനോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരല്ലേ? ഏട്ടന്മാരുണ്ട്, ഏട്ടത്തിയുണ്ട്, അനുസത്തിയുണ്ട്. ഏട്ടന്മാരുണ്ട്, ഏട്ടത്തി ഉണ്ടോ? ചേട്ടനും ചേച്ചിയും കാണോ ഉദ്ദേശിച്ചേ? ചേട്ടൻ, ചേച്ചി, അനിയത്തി 3 പേരുണ്ട് അല്ലേ? ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് ആരാണ്? ഏറ്റവും വഴക്കാളി ഇതില്? 4 പേര് ഏറ്റവും വഴക്കുണ്ടാക്കുന്നത് ആരാ? ഏട്ടനാണോ? സാധാരണ ഏട്ടന്മാരും മുതിർന്ന കുട്ടികളൊക്കെ ഭയങ്കര പാവങ്ങളാണല്ലോ. ശരി, സാരില്ല നുർഷിദ്. അപ്പൊ എന്തായാലും നന്നായിട്ടൊക്കെ പഠിക്കുക. ഓക്കെ, പുതിയ വർഷത്തിലെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. എന്ന് വെച്ചാൽ ഇനി മുതൽ ഞാൻ വൈകിട്ട് വന്ന് ആദ്യം ഹോംവർക്ക് ചെയ്തിട്ടേ ബാക്കി എന്തെങ്കിലും ചെയ്യൂ, ഞാൻ മധുരം കഴിക്കുന്നത് കുറയ്ക്കും, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ കുട്ടികൾക്ക് എടുക്കാൻ വളരെ നല്ല തീരുമാനങ്ങളാണ്. ഓക്കെ, ശരി നുർഷിദ്, താങ്ക് യു സോ മച്ച്. ബൈ.
നമ്മളിങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നാണക്കേടിനെ ഭയക്കരുത്. അതായത് നമ്മളിത് ചെയ്തില്ലെങ്കിൽ ആൾക്കാരുടെ കളിയാക്കൽ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മൾ തീരുമാനമെടുത്ത ആദ്യത്തെ 2 മാസമെങ്കിലും നമ്മളത് ചെയ്യും. തീരുമാനം എടുത്തില്ലെങ്കിൽ ആദ്യത്തെ ദിവസം മുതലേ ചെയ്യില്ല. അതുകൊണ്ട് എപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക. ഓക്കെ, ശരി. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, ഹലോ, ബേബി നായർ. ബേബി നായർ. അതെ, ഓക്കെ. പോത്തി സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം ബേബി നായർ. അതെ, എവിടുന്നാ വിളിക്കുന്നേ? കൊടുങ്ങാനൂർ. ആരൊക്കെ ഉള്ളത് വീട്ടില്? വൈഫുണ്ട്, വൈഫിന്റെ അമ്മയുണ്ട്, മോനുണ്ട്. മോനുണ്ട്. ഓക്കെ. മോന് പഠിക്കണോ? അല്ലല്ല, ജോലിയൊക്കെ വലിയ കുട്ടിയാണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സർ. 47. 47. ടി വി കാണുന്നില്ലേ? ഞാൻ TV കാണുന്നില്ല. ആ, ടി വി ഒന്ന് പോയി ടിവിയുടെ വോള്യൂം കുറയ്ക്കണേ ഉള്ളൂ, കാണരുതെന്ന് ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. 47 പോയ നമ്പറാണ്. 33. ഏഷ്യനെറ്റ് കേബിൾ തന്നെയല്ലേ വീട്ടില്? കട്ട് ചെയ്തോ? മഴയായപ്പോ കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് കട്ട് ചെയ്താ. മഴയായതുകൊണ്ട് കട്ടായി അല്ലേ? ശരി. ഓക്കെ, അപ്പൊ 33. ശരി, 33 ഞാൻ തുറന്നു നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ല. അതാണ് വിളിക്കാറുണ്ട് അല്ലേ? അതാണ് കുഴപ്പമില്ല, കിട്ടി. സാരില്ല സർ, അടുത്തവണ വീണ്ടും ട്രൈ ചെയ്യൂ. അപ്പത്തേക്കും കേബിൾ ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് അയക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് 12:45 അയക്കേണ്ട നമ്പർ 8086011443 എന്ന നമ്പറാണ്. ഓക്കെ, അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ എന്താ പറയുക, വിവാഹാലോചന എന്നല്ലോ, വിവാഹത്തിൻ്റെ കുറിച്ച്, അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ താലിച്ചെയിൻ്റെ കാര്യത്തിൽ ആരും തന്നെ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിരവധി ഡിസൈൻസിലുള്ള താലിച്ചെയിനുകൾ പോത്തി സ്വർണ്ണ മഹലിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് അവിടെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. കാരണം 2.5%, 2.5% മുതൽ ഉള്ള മേക്കിംഗ് ചാർജുകൾ, പണിക്കൂലികളുണ്ട്. അപ്പം അത്രയും കുറഞ്ഞ പണിക്കൂലി വേറെ എവിടെയാണ് കിട്ടില്ല. അപ്പോൾ ഇതൊരു ഓഫർ തന്നെയാണ്. അപ്പം താലിച്ചെയിൻ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല വെറൈറ്റിയും ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയി ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ, ശരി. ഓൺ ദാറ്റ് നോട്ട് നമ്മുടെ അടുത്ത കോളറിലേക്ക് നമുക്ക് കടക്കാം. ഹലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, പണ്ടൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മധുരം കഴിക്കുന്നത് കുറയ്ക്കും, പിന്നെ ഞാൻ ജിമ്മിൽ പോകും എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോൾ പിന്നെ എല്ലാവർക്കും എന്തായിരുന്നു ജനുവരി മാസം, എന്തായിരുന്നു ഇങ്ങനെയൊക്കെ പറയും. അത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തീരുമാനങ്ങളെടുത്ത് നിർത്തിയോ? ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് നിർത്തി. അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ഞാനൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഈ വർഷവും എനിക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട്. അത് നടക്കുമോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പറയാമെന്ന രീതിയിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്താലും മതി, രഹസ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്നാലും മതി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീരുമാനം എടുക്കണം. കാരണം നമുക്ക് നന്നാവാനുള്ള അവസരമാണ് ഇതൊക്കെ. ന്യൂ ഇയറിന് ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ കുറച്ച് ദിവസം, കുറച്ച് നാളെങ്കിലും നമ്മൾ ആ തീരുമാനത്തോട് സ്റ്റിക്ക് ഓൺ ചെയ്യും. ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും, ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മളത് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ഇതൊരു അവസരമായിട്ട് തന്നെ എല്ലാവരും കരുതാം, എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നമ്മുടെ അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുനീഷ്. എവിടുന്നാ വിളിക്കുന്നേ? ആഹാ, എന്തൊക്കെയാണ് സുനീഷ് പുതുവർഷത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം പോണു. പുതുവർഷമൊക്കെ നന്നായി പോകുന്നോ? ഇതുവരെ എല്ലാം നല്ലതാണല്ലോ. നന്നായിട്ട് പോണു. ഇനി അങ്ങോട്ട് എല്ലാം നല്ലത് തന്നെ വരട്ടെ. ഓക്കെ സുനീഷ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ വൈഫ്, 2 മക്കള്. 2 മക്കളുണ്ട്. ശരി, ഓക്കെ. അപ്പൊ സുനീഷ് TV കാണാലോ അല്ലേ? കാണാം. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 51. ഓക്കെ, 51ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അയ്യോ, സ്വർണ്ണം ഇല്ല സുനീഷേ. സുനീഷ് എന്താ ചെയ്യുന്നേ?
ഞാൻ ടവർ ടെക്നീഷ്യനാണ്, മൊബൈൽ ടവറിന്റെ. ഓ, മൊബൈൽ ടവറിന്റെ ടെക്നീഷ്യൻ ആണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ സുനീഷ്, എന്തായാലും വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, പിന്നെ താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ പട്ടാമ്പിന്ന് സുനീഷാണ് വിളിച്ചത്. 51 പറഞ്ഞത്. 51 ഉള്ളിൽ സ്വർണ്ണമില്ല. ഇന്ന് നമുക്ക് ഇതുവരെ സ്വർണ്ണം ഉണ്ടായിരുന്നത് 16 എന്ന നമ്പറിലായിരുന്നു ലൈല ചേച്ചിക്ക് കിട്ടിയത്. പിന്നെ ആർക്കും സ്വർണ്ണം കിട്ടിയിട്ടില്ല. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. ഹലോ ഹലോ, എന്റെ പേര് ലൈല. വീണ്ടും ലൈല. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം ലൈല. എവിടുന്നാ വിളിക്കുന്നേ ലൈല? കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയല്ലേ ലൈല? വീട്ടില് ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ശരി. എങ്ങനെയാണ് ഈ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ജീവിക്കുമ്പോ എപ്പോഴും വഴക്കും മടിയും ബഹളവുമാണോ? എന്താണ്? വളരെ സമാധാനമായിട്ട് പോവാണ്. ഓ, നല്ല കാര്യം. ശരി, അപ്പൊ എന്നും അങ്ങനെ തന്നെ പോട്ടെ. ഞങ്ങൾക്കൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു മാതൃകാ ദമ്പതികളിൽ ഒരാളാവട്ടെ. ഓക്കെ, അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ലൈല ചേച്ചി. 61 പറഞ്ഞേ? 61 ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചേച്ചിക്ക് എങ്ങനെയാ സ്വർണ്ണമൊക്കെ ഇടാൻ ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ 61 ഞാൻ തുറക്കാൻ പോവാണ്. 61 അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ ചേച്ചി. അയ്യോ, സാരില്ല. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാം എന്തായാലും. ഓക്കെ, നമ്മുടെ തിരുവനന്തപുരത്തേക്കൊക്കെ വരാനുണ്ടോ കൊല്ലത്തുനിന്ന്? തിരുവനന്തപുരത്ത് അത്യാവശ്യത്തിനൊക്കെ വല്ല കാര്യം ഉണ്ടെങ്കിലേ വരും. ഓക്കെ, ശരി. ഓക്കെ ചേച്ചി, അപ്പൊ നെക്സ്റ്റ് ടൈം സംസാരിക്കാം. താങ്ക് യു. ബൈ. അയ്യോ, നല്ലൊരു അമ്മാട്ടോ. കുഴപ്പമില്ല മോളെ എന്നൊക്കെ. ശരി, നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ ജീവിതത്തിൽ ആദ്യം കല്യാണം കഴിഞ്ഞ കുറച്ച് നാൾ വളരെ ഹാപ്പി, അത് ഇങ്ങനെ കുട്ടികളൊക്കെ ആയി കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നമ്മളിങ്ങനെ തിരക്കിലാണ്. കുട്ടികളൊക്കെ പല വഴി പോയി കഴിഞ്ഞ് വീണ്ടും ഭാര്യയും ഭർത്താവും മാത്രമായി വരും. അപ്പം അറിയാം ശരിക്കും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. കാരണം ഇത്രയും നാളത്തെ ദേഷ്യം എല്ലാം കൂടെ അപ്പോൾ തീർക്കുമോ, അതോ ഇത്രയും നാൾ സ്നേഹിക്കാൻ പറ്റാഞ്ഞതിൻ്റെ ആ സമയമില്ലായ്മയൊക്കെ അപ്പോൾ സ്നേഹിച്ച് തീർക്കുമോ എന്നുള്ളതിൽ അനുസരിച്ചിരിക്കും ഒരു 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 കപ്പിളിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടുന്ന് വിളിക്കണേ? ശശിധരൻ. കോട്ടപ്പുറം എവിടെയാ? തൃശ്ശൂർ. ആ, ശരി ശരി. ഞാൻ ഈ എവിടെയാ? വടക്കുന്നാഥ്. ശരി, ഞാൻ ഈയിടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. എവിടെ അറിയോ? പെരുവനം അറിയില്ലേ? തൃശ്ശൂർ പെരുവനം. ചേർപ്പ്. ആ, ഓ അത് ശരി. അപ്പൊ ഞാൻ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെ. പിന്നെ ഓക്കെ, അപ്പം വീട്ടിലാരൊക്കെയാ ഉള്ളത്? മോളില്ല. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ശശി, മോള് യു കെയിലാണോ? അത് ശരി. അപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ടോ മോളുടെ അടുത്തേക്ക്? പഠിക്കാൻ പോയതാണ്. ആ, ശരി ശരി. ഓക്കെ ഓക്കെ. ആള് ഹാപ്പി ആണോ അവിടെ ഇവിടെ നിന്നൊക്കെ മാറി നിന്നിട്ട്? നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 56 ആണോ? ഓക്കെ, 56 ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 56 നീല കളർ ബോക്സ്. ഓക്കെ, 56 ഞാൻ ഓപ്പൺ ചെയ്യാണേ. ശശി സർ നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ല. ഇതാരുടെ സെലക്ഷൻ ആണ് ഈ നമ്പർ? ശശി ചേട്ടന്റെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്താണല്ലേ? ആ, അപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ശരിക്ക് കിട്ടും. കിട്ടുന്നില്ല. ആ, ഇന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇനി ഒന്നുകൂടെ വീട് ട്രൈ ചെയ്യൂ കേട്ടോ. ഉറപ്പായിട്ട് കിട്ടും. നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന കുറെ ആളുകളുണ്ട്. വിളിക്കും. വാട്സാപ്പിലേക്ക് നമുക്കൊരു നമ്പർ ഉണ്ട്. 8086011443 എന്ന നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് 80860 അതിലേക്ക് നിങ്ങളുടെ പേരും അയക്കുന്ന സ്ഥലവും ഇതിനകത്ത് നിങ്ങൾക്ക് സ്വർണം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? 56 പറഞ്ഞില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് 56 പറഞ്ഞില്ലേ? അതേപോലെ സാറിന് തോന്നുന്ന ഏതെങ്കിലും ഒരു നമ്പർ അതിലേക്ക് വെക്കുക. പേരും സ്ഥലവും ഇടാൻ മറക്കരുത്. എന്നിട്ട് ഈ നമ്പറിലേക്ക് സെൻഡ് അടിക്കുക. അത്രേ ഉള്ളൂ. ഏതാ? അങ്ങനെയൊന്നുമില്ല. പേര് സ്പേസ് സ്ഥലം സ്പേസ് ഏതാ നമ്പർ, ഇത് മാത്രം മതി കേട്ടോ.
ഓക്കെ, അപ്പൊ അത് ശ്രമിക്കൂ, അങ്ങനെയും കൂടെ ഭാഗ്യ പരീക്ഷണം നടത്തൂ. ഓക്കെ, 12:45 വരെ മാത്രം അയക്കാം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പൊ ഇനി ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്ന് അടുത്ത് ഇങ്ങനെ നമ്പർ അയക്കില്ലായിരിക്കും ഏതാണ് നമ്പർ എന്നുള്ളത്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മോഹൻദാസ്, മോഹൻദാസ്. എവിടുന്നാ വിളിക്കുന്നേ? ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് വേറെ സർ? വേറെ ഇപ്പം വൈഫുണ്ട്, കൊച്ചുമോനുണ്ട്, കൊച്ചുമോനുണ്ട്, കൊച്ചുമോളുണ്ട്. കൊച്ചുമോളും ഉണ്ട്. ആരാ അവിടെ ഇപ്പൊ ചിരിച്ചേ? ഉറക്കെ ചിരിച്ചത് ആരായിരുന്നു? കൊച്ചുമോൻ. കൊച്ചുമോനാണ്. കൊച്ചുമോൻ എത്ര കൊച്ചാണ്? വളരെ കൊച്ചാണോ? ആ, 4 പഠിക്കുന്നത്. 4 പഠിക്കുന്ന മോനാണ് അല്ലേ? ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സർ. ഇഷ്ടപ്പെട്ട 50. ഓക്കെ, 50ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ശരി. അപ്പൊ സ്വർണം ഉണ്ടെങ്കിൽ ആർക്കാ കൊടുക്കുക? കൊച്ചുമോന് കൊടുക്കോ? കൊടുക്കാം. ശരി, ഓക്കെ. അപ്പൊ 50. അയ്യോ, കൊച്ചുമോൻ ഇപ്പൊ വന്ന് കുനിച്ചെടുത്ത് ഒരു ഇടിയും കൂടെ തരും. സ്വർണ്ണം ഇല്ല അതില്. അപ്പൊ അവനോട് പറയണം, നീ ബഹളം വെക്കുന്നത് നിനക്ക് സ്വർണ്ണം അല്ല തരണ്ടേ, നിനക്ക് നല്ല കിഴുക്ക തരണ്ടേ എന്ന് പറയണം. ഓക്കെ സാർ, താങ്ക് യു സോ. എന്താ ഫോൺ കൊടുത്തേ? പറഞ്ഞോ പറഞ്ഞോ. പറഞ്ഞോളൂ. എന്തിനാ അപ്പൂപ്പനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനാ അപ്പൂപ്പനോട് ഇങ്ങനെ? പിന്നെ അവിടെ ഇന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയണം? എന്താ മോന്റെ പേരെന്ന് പറഞ്ഞേ? നിഹാൻ. നിഹാൻ. നിഹാൻ ആയിരുന്നെങ്കിൽ ഏത് നമ്പർ പറയായിരുന്നു നിഹാൻ? ഞാൻ 26. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞേ. അപ്പൂപ്പിന് 50 പറഞ്ഞ അപ്പൂപ്പിന് പാവം അതിൽ സ്വർണ്ണം ഇല്ല. നിഹാൻ 20 പറഞ്ഞു. 20 സ്വർണ്ണം ഉണ്ടോന്ന് ഞാൻ ലാസ്റ്റ് നോക്കാം. ഇനി ഉണ്ടെങ്കിലും നമുക്ക് കിട്ടില്ല, ചാൻസ് പോയി. അപ്പൊ അടുത്ത പ്രാവശ്യം നിഹാൻ വിളിക്കൂ കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു, ബൈ. ആളിത്തും മിടുക്കനാണെന്ന് ആലോചിച്ചോക്കെ. എന്തിനാ അപ്പൂപ്പനോട് ഇങ്ങനെ പറയുന്നത്? കിഴിക്ക് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ പിള്ളേരെ ഭയങ്കര സ്മാർട്ടാണ്. പണ്ടൊക്കെയാണ് കുട്ടികൾക്ക് ഭയങ്കര നാണമായിരിക്കും വന്ന് ഫോൺ എടുക്കാനും സംസാരിക്കാനും. ഇപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര മിടുക്കരാണ്. ആരോടും എന്തും പറയാം അല്ലെ? എന്നോട് എന്തും പറയാം, അങ്ങനെയല്ല പറഞ്ഞേ. ഓക്കെ, അപ്പൊ എന്തായാലും നിഹാൻ കുട്ട നെക്സ്റ്റ് ടൈം വിളിക്കുക. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വീണ. എവിടുന്നാ വിളിക്കുന്നത് വീണ? ഓക്കെ വീണ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ എന്താ ചെയ്യുന്നേ? ഓക്കെ, ശരി. അപ്പം വീട്ടില് വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെ ചെയ്യും? എന്താണ് ഹോബീസ്? എന്താണ് വീണയുടെ? അങ്ങനെയൊന്നും ഹോബീസ് ഇല്ല. ശരി, അപ്പൊ വീണ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 58 ആണോ? ശരി, 58ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാലോ. ഓക്കെ, വീണ ആള് ഭയങ്കര സീരിയസ് ആണോ? അങ്ങനെയൊന്നുമില്ല. ശരി, 58 ഞാൻ തുറക്കാൻ പോവാണ്. സോറി വീണ, 58 സ്വർണം ഇല്ലല്ലോ. സാരില്ല, വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു വീണ, ബൈ, ടേക്ക് കെയർ. അപ്പം നമ്മളെ വിളിച്ചത് വീണയാണ്. ഇപ്പം വീണ 58 പറഞ്ഞത്. ഇന്നിപ്പോൾ ഇത്ര നേരിട്ട് 16 സ്വർണം മാത്രമേ പോയിട്ടുള്ളൂ, വേറെ ആർക്കും സ്വർണം കിട്ടിയിട്ടില്ല. ഇനി വിളിച്ചിട്ട് സ്വർണം കിട്ടാത്തവർക്ക് വാട്സാപ്പിലൂടെ അയക്കാം. ഓക്കെ, 12:45 ആയോ എന്ന് എനിക്ക് അറിയില്ല, ആവാറായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെന്നിട്ട് 12:45 വരെ മാത്രമേ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ജയശ്രീ. ജയശ്രീ എവിടുന്നാ വിളിക്കുന്നേ? വർക്കലയിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? വർക്കല ബീച്ചിലൊക്കെ പോവാറുണ്ടോ? ബീച്ചിലിപ്പോ ഭയങ്കര തിരക്കാണ്. അവിടെ ഉള്ള ആളുകൾക്ക് പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്നുള്ള ആളുകൾ കാരണം അവിടെ ഉള്ളവർക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്നില്ല അല്ലേ? അതാണ്. ഇപ്പൊ പക്ഷെ തിരക്ക് കുറഞ്ഞിണ്ടാവില്ല. ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊന്നും അങ്ങോട്ട് വരേ വേണ്ട, തിരക്കായിരിക്കും അല്ലേ? ഇല്ല, ആ സമയത്തൊന്നല്ല, ഈ ഹോളിഡേയ്സ് മൊത്തം ഭയങ്കര തിരക്കാണ്. ശരി, ഓക്കെ. അപ്പൊ ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ.
66. 66 പറഞ്ഞിരിക്കുന്നത്. ശരി, 66ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് ഞാൻ തുറന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, ഞാൻ തുറക്കാൻ പോവാണ്. 66. അയ്യോ, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർണ്ണം ഇല്ല. ഓക്കെ. സാരില്ല, വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ആ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പം നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശശിധരൻ. നേരത്തെ വിളിച്ച ശശിധരനാണോ? അല്ല. ഓക്കെ, അപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കൊല്ലം പുനലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഭാര്യയുണ്ട്, ഞാനുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ശശി സാർ. നല്ലൊരു നമ്പർ നോക്കി പറ. 24. ഓക്കെ, 24-നുള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 24-ന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാജിക് ചെയ്യാം. ഓം ഹ്രീം ഹൂം ഷൂ. ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ 24-ന്റെ ഉള്ളിൽ. അയ്യോ, മാജിക് ഏറ്റില്ല, സ്വർണ്ണം ഇല്ല. സാരില്ല, വീണ്ടും വിളിക്കണോ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ച ശശിധരൻ ചേട്ടനും സ്വർണം ഉണ്ടായിരുന്നില്ല. പക്ഷെ സാരില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വാട്സാപ്പിൽ നിങ്ങൾക്ക് അയക്കാൻ 4 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. 12:45 വരെയാണ് നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മിനിറ്റ്സും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിലേക്ക് അയക്കുക. അതിലേക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മളീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിളിച്ചിട്ട് പിന്നെ വീണ്ടും വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ വിളിക്കുന്നവർക്കായിരിക്കും നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ 12:45 വരെയും അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടിയിൽ വിളിച്ചിട്ട് ആദ്യം ഒരു നമ്പർ പറഞ്ഞ് സ്വർണ്ണമുള്ളൊരു നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നമ്പർ വാട്സാപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് കൺസിഡർ ചെയ്യില്ല, നമ്മൾ വിളിക്കുന്നതാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കോളിൽ പറയാത്ത നമ്പേഴ്സിൽ ഏതെങ്കിലും സ്വർണം വാട്സാപ്പിലൂടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? ഇല്ലല്ലോ. ശരി, ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ 12:45 വരെയുള്ള സമയം നിങ്ങൾ മനസ്സിൽ വെക്കുക. ആ നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കാനും പാടില്ല. ഓക്കെ, എന്തായാലും ഈ കഴിഞ്ഞ വർഷം 2024 കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു, കുറേ നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി, കുറേ ആക്സിഡൻറ്റുകൾ. ആ നവംബർ ഡിസംബർ സമയത്തൊക്കെ നമുക്ക് കേരളത്തിനെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയ 1-2 ആക്സിഡൻറ്റ് വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ ദുഃഖമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെ 2024 ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മലയാള സിനിമയുടെ ഒരു സുവർണ്ണ വർഷം തന്നെയായിരുന്നു. ഒരുപാട് സിനിമകൾ കോടികളുടെ ക്ലബിലൊക്കെ കയറിയ വർഷമായിരുന്നു. 200 കോടി ക്ലബിൽ കയറിയ ആദ്യം മലയാള സിനിമ എന്ന റെക്കോർഡ് സൃഷ്ടിച്ച ഒരു വർഷമായിരുന്നു നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമ. 200 കോടിയൊന്നും ഇതിനു മുൻപ് ഒരു സിനിമയും നേടിയിട്ടില്ല. ലാലേട്ടൻ്റെ സിനിമകളോ മമ്മൂക്കയുടെ സിനിമകളൊന്നും അല്ല, ഒരു സൂപ്പർ സ്റ്റാർ പോലും ഇല്ലാത്ത മഞ്ഞമ്മൽ ബോയ്സ് ആണ് ആ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു വലിയ മാറ്റം മലയാള സിനിമയ്ക്ക് വന്ന വർഷമായിരുന്നു. ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് ഉറ്റുനോക്കാം അല്ലേ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹസിത. എവിടുന്നാ വിളിക്കുന്നത് ഹസിത? തൃശ്ശൂരിനാണ്. ഹസിത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പൊ ന്യൂ ഇയറിന് എന്തൊക്കെയാണ്, ഈ പുതിയ വർഷത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഈ വർഷം ബെറ്റർ ആവും തന്നെ വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ. ഹസിതയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാന്, ഉമ്മ, പിന്നെ മോനാണുള്ളത്. മോന് കുഞ്ഞു വാവയാണോ? UKG പഠിക്കണ വാവയാണ്. ശരി. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഹസിത. 20. ഓക്കെ, 20-യുടെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 20 ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. ഹസിത, മോന്റെ പേരെന്താ? മുഹമ്മദ് അഹിയാൻ. ഓക്കെ, ശരി. അപ്പൊ മോനൂട്ടിന് വേണ്ടി 20-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ? അയ്യോ, സ്വർണം ഇല്ലല്ലോ. ഓ, സാരില്ല. വിഷമായോ, നിരാശയായോ? ഇല്ലല്ല, സാരില്ല. ഹസിത, എങ്ങനെയാണ് സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ? ഇല്ല, അങ്ങനെ പോവാറില്ല. അങ്ങനെ സിനിമ ഒന്നും കാണാൻ പോവാണ്. OTT-യിലായിരിക്കും കാണുന്നത് കൂടുതലും അല്ലേ?
എന്താ OTT-ല് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അതിലൊക്കെ അങ്ങനെയൊന്നും കാണാറില്ല. അങ്ങനെയും കാണാറില്ല. അപ്പൊ പൊതുവെ സിനിമ അങ്ങനെ കാണാറില്ല അല്ലെ? ഇല്ല, കാണാറില്ല. ശരി, ഓക്കെ ഹസിത. അപ്പൊ എന്തായാലും നല്ലൊരു 2025 ആവട്ടെ. ഹസിതയുടെ പ്രതീക്ഷ പോലെ തന്നെ ബെറ്റർ മാത്രം ആവട്ടെ. ഇതിൽ നിന്നും കുറച്ചും കൂടി നല്ലൊരു വർഷം മാത്രം ആവട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് ഹസിതയാണ്. 2025 കുറച്ചുകൂടെ നല്ലതാവും എന്നുള്ള പ്രതീക്ഷയുള്ള ഒരാളാട്ടോ ഹസിത. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. 12:45 വരെയാണ് നമ്മൾ പറഞ്ഞത്. വാട്സാപ്പിനകത്ത് നിങ്ങൾക്ക് നമ്മൾ നോക്കുന്ന സമയമായിരിക്കും ഇനി അങ്ങോട്ടും. അപ്പോൾ നിങ്ങൾ ദയവായി ഇനി അയക്കുന്ന മെസ്സേജ് നമ്മൾ നോക്കില്ല. ഇതുവരെയുള്ള മെസ്സേജസിനകത്തുനിന്ന് ഏതിലാണ് സ്വർണ്ണം ഉള്ളത് എന്നൊക്കെ കാലിബ്രേറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇനി ആരും അതിലേക്ക് അയക്കരുത്. ആ മെസ്സേജ് നമ്മൾ നോക്കില്ല. 12:46 മുതൽ വരുന്ന മെസ്സേജസ് നമ്മൾ നോക്കില്ല. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സലീന ഫ്രം തൊറവൂര്. സബീന? ഹലീന? ഓക്കെ ഓക്കെ ഓക്കെ. സലീന എവിടെന്നാ വിളിക്കുന്ന പറഞ്ഞേ? തൊറവൂര്. ഓക്കെ ഓക്കെ. അപ്പൊ സലീന, എങ്ങനെയുണ്ട് 2025 ആശംസകൾ, പുതുവർഷത്തിന്റെ ആശംസകൾ കേട്ടോ? കുഴപ്പമില്ല, നന്നായിട്ട് പോണു. നന്നായിട്ട് പോണു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് സലീന? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്, ഹസ്ബൻഡ് ഉമ്മയുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ചേർന്ന് അവിടെ നല്ല ബഹളമുള്ള ഒരു ഞായറാഴ്ചയാണ് അല്ലേ? അതെ അതെ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഉച്ചക്കലത്തെ ഭക്ഷണത്തിന്റെ ഒക്കെ കഴിഞ്ഞു. ഇതിന് വേണ്ടിട്ട് വേഗം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഓ, സോ നൈസ്. അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ട് കുക്കിംഗ് ഒക്കെ ഒരു 12 മണിക്ക് മുൻപേ തീർത്തിട്ട് വിളിക്കുകയാണ് അല്ലേ? ഓക്കെ സലീന, എന്തായാലും അതിൽ സ്വർണ്ണം ഉണ്ടാവട്ടെ. സലീനയുടെ ഹാർഡ് വർക്കിനുള്ള ഫലം ഉണ്ടാവട്ടെ. ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. നമ്പര് ഒന്ന് കാണിച്ചേട്ടെ. ഞാൻ പറഞ്ഞു തരണോ നമ്പർ? അല്ലില്ല, ഞാൻ ടിവിയില് പകുതിയെ കണ്ടുള്ളൂ. പകുതി ഹാഫായിട്ടല്ലേ കണ്ടുകൊണ്ടിരുന്നത്. നമ്പര് 36. ശരി, അപ്പൊ 36ന്റെ ഉള്ളിൽ നമ്മുടെ സലീനയെ കാത്ത് സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ സലീന? ഓക്കെ ഓക്കെ, ശരി. 36 ഞാൻ തുറക്കാൻ പോവാണ്. എന്ത് തോന്നുന്നു സലീന, സ്വർണം ഉണ്ടാവോ? അറിയല. അയ്യോ, സ്വർണം ഇല്ലല്ലോ. എന്റെ മക്കള് പറഞ്ഞ 23 പറയാനുണ്ട്. 23 ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോന്ന് ഞാൻ ലാസ്റ്റ് നോക്കാം കേട്ടോ. പരിപാടി കണ്ടോണ്ടിരിക്കും. ലാസ്റ്റില് ചുമ്മാ ഒന്ന് നോക്കാം. പക്ഷെ അതില് സ്വർണ്ണം ഉണ്ടെങ്കിൽ തരില്ല കേട്ടോ, കിട്ടില്ല. ചുമ്മാ നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. 2-3 ആഴ്ച വിളിച്ചോണ്ടിരിക്കുന്നു, കിട്ടുന്നതേ ഇല്ല. അതാണ്, ഇപ്പൊ കിട്ടിയല്ലോ. ശരി, താങ്ക് യു സോ മച്ച്. ശരി ചേച്ചി, ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സലീനയാണ്. സലീനയ്ക്കും പാവം സ്വർണം കിട്ടിയില്ല. എന്തായാലും നമുക്ക് ഇനി സ്വർണം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഒരു ചെറിയ ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കോൾസിൽ ഒരാൾക്കാണ് സ്വർണം കിട്ടിയിട്ടുള്ളത്. വാട്സാപ്പിലൂടെ എത്ര പേർക്കുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട്. എന്തായാലും അടുത്ത കോളറിന് സ്വർണം കിട്ടുമെന്ന് നോക്കാം. ഹലോ. ഓക്കെ, നമ്മുടെ കോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മണിയപ്പൻ നായർ. ഒന്നുകൂടെ പറയാമോ പേര്? മണിയപ്പൻ, MANIYAPPA. ഓ, മണിയപ്പൻ നായർ അല്ലേ? മണിയപ്പൻ നായർ. ശരി, ഓക്കെ. എവിടുന്ന വിളിക്കുന്നേ സർ?
ഞാൻ വർക്കലയിൽ നിന്നാണ് വിളിക്കുന്നത്. വർക്കലയിൽ നിന്നാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ള ഇപ്പോ? വീട്ടിലെ ഞാനുണ്ട്, വൈഫുണ്ട്, ഒരു പേരക്കുട്ടിയുണ്ട്. ഓക്കെ, അപ്പൊ വളരെ എന്താ പറയാ, പേരക്കുട്ടികൾ ഉള്ളപ്പോ തന്നെ വീട്ടിനൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമുക്ക് വളരെ സന്തോഷമാണ്, സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതെ അതെ അതെ, വെരി നൈസ്. അങ്ങനെ തന്നെ എന്നും പോട്ടെ സർ. അപ്പൊ എന്തായാലും പുതുവർഷത്തില് എല്ലാ സന്തോഷം മാത്രം വരട്ടെ. പുതുവർഷത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെയുള്ള വിശേഷങ്ങൾ? വിശേഷം എന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ സമാധാനമായിട്ട് ഇതുവരെ സമാധാനമായിട്ട് കഴിയുന്നു. ഞങ്ങളെ സ്ഥലം എന്ന് വെച്ചാൽ വളരെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ കണ്ട് കാഴ്ചകളെ കണ്ട് അങ്ങനെ സമാധാനപരമായി കഴിയുകയാണ്. അടിപൊളി. അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും, ഒരു സമാധാനം ഞങ്ങൾക്കും എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ സമാധാനം വർഷം മുഴുവൻ നീണ്ടു നിൽക്കട്ടെ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ മണിയപ്പൻ നായർ സർ. എന്റെ ഫേവറേറ്റ് നമ്പർ 25 ആണ്. ഞാൻ ജനിച്ചപ്പോഴും മുതൽ എന്റെ ഓർമ്മ വെച്ച നാണു മുതൽ ഈ നമ്പറാണ് ഞാൻ ഫേവർ ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും ഒരു കഥയുണ്ടോ? 25ന്റെ പിന്നിലുള്ള എന്തെങ്കിലും ഒരു കഥയുണ്ടോ? 25ന്റെ കഥയെന്ന് വെച്ചാൽ ഞാൻ ഒരു കമ്പനിയിൽ കുറെ നാൾ ജോലി ചെയ്തപ്പോ അവിടുത്തെ ബോക്സ് നമ്പർ 2526. അതുകൊണ്ട് ഈ 25 എന്നുള്ള ഞാൻ ഒരിക്കലും മറക്കില്ല. 2526 ആണ് അവിടുത്തെ നമ്പർ. ഓ, അപ്പൊ അത് എത്ര വർഷം മുൻപാണല്ലേ? എന്നാലും അത് ഇപ്പോഴും ഓർക്കണു അല്ലേ? ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ 25 നമുക്ക് തുറന്ന് നോക്കാം. അതിലിനി സ്വർണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നമ്പർ എന്നും ഫേവറേറ്റ് ആവട്ടെ. ഓക്കെ, ശരി. അപ്പൊ 25 ഞാൻ തുറക്കാൻ പോവാണ്. നമ്മുടെ മണിയപ്പൻ സാറിനെ കാത്തിയതിന്റെ ഉള്ളിൽ സ്വർണം ഇല്ല സർ. ഓക്കെ, സാരില്ല. അപ്പൊ സാർ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരിക്കും അല്ലേ, എത്ര വർഷം മുൻപ് നമുക്ക് പലപ്പോഴും നമ്മുടെ ആദ്യത്തെ ജോലി അല്ലെങ്കിൽ നമ്മൾ ആദ്യം മേടിച്ച വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, ഇതൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പം അതുപോലെയുള്ള എന്തോ ഒരു കണക്ഷനാണ് 25 എന്നുള്ളത്. ഇന്നിപ്പോൾ അതിൽ സ്വർണ്ണം ഇല്ലയെന്ന് വെച്ചിട്ട് അതിൽ മാറ്റമൊന്നുമില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച 25 സ്വർണ്ണം ഉണ്ടാവും. പക്ഷേ ആ നമ്പർ ഒരിക്കലും സാറിൻ്റെ മനസ്സിൽ മറക്കാൻ പറ്റില്ല. അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടുന്ന് വിളിക്കണേ ചന്ദ്രൻ സർ? അഞ്ചൽ, കൊല്ലം അഞ്ചൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശരി, വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഇനി സ്വർണം കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, സാറിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാവരും ഉണ്ട്. ശരി, അപ്പൊ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ടിവിയുടെ മുൻപില്. നമുക്ക് അവരെ നിരാശപ്പെടുത്തേണ്ട. നമ്പർ പറഞ്ഞോളൂ. 21. ഓക്കെ, 21ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 21 ഞാൻ നോക്കാൻ പോവാണ്. നമ്മുടെ ചന്ദ്രൻ സർ അഞ്ചലിൽ നിന്ന് വിളിക്കുന്ന സാറിനെ കാത്ത് അതിൽ സ്വർണമില്ല. സാരില്ല, നിരാശപ്പെടേണ്ട, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ വാട്സാപ്പിൽ വന്നിട്ടുള്ള മെസ്സേജസിൽ ആർക്കൊക്കെയാണ് കറക്റ്റായിട്ട് നമ്പർ പറഞ്ഞ് ഇന്ന് സ്വർണം കിട്ടുമെന്ന് നോക്കാം. ആദ്യം ചെങ്ങന്നൂരിൽ നിന്നുമുള്ള ഷൈജു ആണ് പറഞ്ഞിരിക്കുന്നത്. ഷൈജു പറഞ്ഞിരിക്കുന്ന നമ്പർ 67 ആണ്. 67ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഇത് നോക്കിക്കളയാം. ഓക്കെ, 67 എന്ന് തുറന്നോട്ടെ. 67ന്റെ ഉള്ളിൽ കൺഗ്രാറ്റുലേഷൻസ് ഷൈജു. ഷോ, എന്നാലും വിളിച്ച് 66 പറഞ്ഞു, 68 പറഞ്ഞു, 67 പറഞ്ഞില്ല കോളില്. ഷൈജുവിന് വീട്ടിലിരുന്ന് തോന്നി. അങ്ങനെ ഷൈജുവിനാണ് നമ്മുടെ ആദ്യത്തെ സ്വർണം. ഇനി നമുക്ക് ഒരു സ്വർണം കൂടി ഉണ്ട്. അത് രവ്യ, തിരുവനന്തപുരത്ത് നിന്ന് പാറശാലയിൽ നിന്നും മെസ്സേജ് അയച്ച് രവ്യക്കാണ് കിട്ടിയത്. രവ്യ പറഞ്ഞിരിക്കുന്ന നമ്പർ 32 ആണ്. 32ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, 32 നീലല്ലേ, ഞാൻ പിങ്ക് എടുക്കുന്നത്. ഓക്കെ, 32 ഞാൻ തുറക്കാൻ പോവാണ്. രവ്യ പാറശാലയിൽ നിന്ന്. രവ്യക്ക് കൺഗ്രാറ്റുലേഷൻസ് രവ്യ. അപ്പം ഇനി നമുക്ക് 2 നമ്പേഴ്സ് നമ്മുടെ കോളേഴ്സ് ഒന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് 26 ആയിരുന്നു. ഇതിലിനി സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് തരില്ല, കിട്ടില്ല. ഓക്കെ, പക്ഷെ നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി 26. 26 പറഞ്ഞ ആൾക്ക് യാതൊരു വിഷമവും വേണ്ട. 26 പറഞ്ഞിരുന്നെങ്കിലും സ്വർണ്ണം ഇല്ലായിരുന്നു. പിന്നെ 23, 1-2 പേര് പറഞ്ഞിരുന്നു. 23ന്റെ ഉള്ളിൽ അതിനുള്ളിലും സ്വർണ്ണം ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആർക്കും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ 2ലും സ്വർണ്ണം ഇല്ലായിരുന്നു. ഓക്കെ,
അപ്പോൾ എന്തായാലും രസകരമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു. കൂടുതൽ എനിക്ക് തോന്നുന്ന കുറച്ച് പ്രായമായ ആളുകളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം നേരുന്നു. 2025 നമുക്ക് 2024 തന്നതിന് അത്രയും തന്നെ സന്തോഷം, അതിലും കൂടുതലില്ലെങ്കിൽ പോലും അത്രയും സമാധാനവും സന്തോഷമെങ്കിലും നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ്. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ നിന്ന് ഇന്ന് വിട പറയുന്നു. എല്ലാവരും മറക്കണ്ട, പോത്തീസ് സ്വർണ്ണമഹൽ നടക്കുന്ന താലി ചെയിൻ മേളയെക്കുറിച്ച് മറക്കണ്ട. ആ വഴിയൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി കയറി ഒന്ന് നോക്കുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദിസ് ഇസ് ദീപ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.